പടച്ചോനെ നിങ്ങള് ഒരുങ്ങിയിട്ടില്ലേ? വേഗം ഒരുങ്ങിയേ നോക്കാം. മോന് വേഗം ഒരുങ്ങിക്ക, സ്കൂൾ ബസ് ഇപ്പൊ വരും. അന്റെ ജൊക്കെ എടുത്തച്ചോ. ഇനി പോകാൻ നേരത്തേക്കാരൻ എനിക്ക് ഓരോ തിരക്കുണ്ടാവും കേട്ടോ. മോനോസാ എന്താ നിങ്ങൾ ഇപ്പോഴും ഒരുങ്ങിയിട്ടില്ലേ? സ്കൂൾ വണ്ടി വരാനായില്ല അസ്മാബിയെ? എന്താ മാറ്റാത്ത ചെല്ലേ കൊച്ചിന്റെ കുട്ടിയെ പോയി കണ്ട് മാറ്റിക്കണേ. മോനോ വേഗം പോയിട്ട് യൂണിഫോം ഇട്ടാ ഇജ്ജ് മാറ്റാതെ നിക്ക. വേഗം പോയിക്ക, വേഗം പോയി മാറ്റിക്ക. ആ കാക്ക നിങ്ങൾ ആ ഷർട്ട് തന്നെ ഇട്ടോ. ഈ രാവിലത്തെ തിരക്കിലേക്ക് തേക്കാൻ തന്നെ പറ്റിയിട്ടില്ല. അത് തേക്കൊന്നും വേണ്ട, മതി. പിന്നെ ഇപ്പോൾ പോയിക്കണ്ട് അവിടെ കാണുന്നില്ലല്ലോ. രാവിലെ തന്നെ പീടിയേക്ക് പോയതാണ്, ഒറ്റക്ക് പോണ്ടാന്ന് ഞാൻ പറഞ്ഞതാണ്. എന്നാ അസ്ലമിനെ കൂട്ടി പോയിക്കോളിന്ന് പറഞ്ഞാൽ അതും ഇപ്പൊ കേട്ടിട്ടില്ല. ഓനാണെങ്കിൽ ഇതുവരെ നീച്ചിട്ടുമില്ല. എന്നിട്ട് ഇപ്പൊ ഒറ്റക്ക് നടന്നാ പോയിക്കണ്ട് വെജാത്തോടത്തേക്ക് ഒറ്റക്ക് പോണോ? പറഞ്ഞാ കേക്കണ്ടേ? നിങ്ങളെടുക്ക പോയിന്റെ പീടിക്കോ? എന്നാ കുട്ടികളെല്ലാം പറഞ്ഞയച്ചൂടെ എന്നെ വെജാത്തോടത്ത്? ഞാൻ കുട്ടികൾക്ക് കുറച്ച് മുട്ടായി വാങ്ങാൻ പോയതാണ്. മോനോസ് പറഞ്ഞയച്ചേക്കാരൻ. ഇജ്ജ് പോലെ എനിക്കൊരു കാര്യം പറയാണ്ട് എന്നോട്. കുറച്ച് നടക്കുമ്പോത്തിനെ കഥപ്പും കുഴക്കും വരികയാണ്. അതന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് നടക്കണ്ടാന്ന്. ഡോക്ടർ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് കൂടെ നടക്കരുതെന്ന്. അപ്പൊ അസ്ലമിനെ കൂട്ടിക്കണ്ട വണ്ടി കൊണ്ടു പോയിക്കൂടെ അതിനൊക്കെ? പിന്നെന്താ എനിക്ക് പറയാണ്ടായിരുന്നപ്പാ? അസ്ലമിനെ ഇങ്ങനെ കയറൂര് വിടല്ല. ഓനക്ക് എന്തെങ്കിലും ഒരു ഏർപ്പാട് ഏൽപ്പിച്ചു കൊടുക്ക്. ഞാൻ പറഞ്ഞിട്ടോ കേൾക്കണില്ല. മുജീബ് ഇവിടെ വന്നീന്ന് ഓന്റെ സ്നേഹമാനായിട്ട് കൂട്ടുകെട്ടായിട്ട് നടക്കണെന്നുള്ളത്. അതിപ്പോ എന്നോടും പറഞ്ഞു മുജീബാക്ക. അത് ഞാൻ അന്വേഷിച്ചപ്പോഴേ വലിയ കുഴപ്പമുള്ള കുട്ടികളൊന്നുമല്ല, ചെറുപ്പക്കാരല്ലേ. ഓലിങ്ങനെ കൂട്ടുകെട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഇപ്പോൾ മില്ലൊക്കെ പറഞ്ഞാൽ പോകുമ്പോൾ അത് നിൽക്കൂലല്ലോ. ഞാൻ പിന്നെ നിങ്ങൾ തന്നെ എപ്പോഴും ഓനങ്ങനെ ചീത്തറിയണ്ട, ഞാനും കൂടി പറയണ്ട വെച്ചിട്ടാ. അത് ശരിയായിക്കോളേ. ഞാൻ വരട്ടെപ്പോ എന്നാലേ. ഞാൻ പറയട്ടപ്പാ. ഒന്ന് പരിചയപ്പെടാതെ പോവാണോ? അന്ന് കൂട്ടുകാർ പരിചയപ്പെടുമ്പോ മാറി നിൽക്കായിരുന്നല്ലോ. ഒന്ന് മിൻ ടീച്ചർ പറഞ്ഞു ഇത് അബുഖാന്റെ അനിയനാണ്. എന്താ ചെയ്യണേ? അത് ടീച്ചറെ ഓല് തമാശക്ക് ചെയ്താണ്. ഞാൻ ഓരോട് കുറെ ചീത്ത പറഞ്ഞിരിക്കണേ. കാക്കാനൊന്നും പറയണ്ടേ ടീച്ചറെ? ഇല്ലില്ല. മിനി ടീച്ചർ പറഞ്ഞു അസ്ലം അത്യാവശ്യം പഠിച്ച ആളാണെന്നൊക്കെ. എന്റെ ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ജോലിക്കൊന്നും ശ്രമിച്ചിട്ടില്ല ടീച്ചറെ. അബുഖാനെ സഹായിക്കായിരിക്കും അല്ലേ? കാക്കാനെങ്ങനെ സഹായിച്ച്. എന്നാ ഞാൻ പോട്ടെ. പിന്നെ ടീച്ചർ എന്തൊക്കെ വിശേഷം? മിൻ ടീച്ചർ വന്നില്ലെന്ന്? ഞാൻ അങ്ങോട്ടൊക്കെ ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്. പക്ഷെ ഈ കുട്ടികളെ ഈ തിരക്കിന്റെ ഇടയിലേക്ക് എങ്ങോട്ടും വരാൻ നേരല്ല. പിന്നെ മോന് പറയലുണ്ട് മോനുവിന്റെ ടീച്ചറാണെന്ന്. ഓന് എപ്പോഴും ടീച്ചറെ കുറിച്ച് പറയാനേ ഉള്ളൂ നേരം. മിനി ടീച്ചർ ഒന്ന് നാട്ടിൽ പോയതാ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അന്ന് പോയതല്ലേ, കുറെ പ്രാവശ്യം ഇങ്ങോട്ട് വരണം എന്ന് ഇങ്ങനെ വിചാരിക്കുന്നു. മോനൂസ് എവിടെ? മോനൂസിന്റെ ഉമ്മച്ചീനെ ഒന്ന് കാണാൻ നിൽക്കുകയാണ്. അവന് ഹോംവർക്കൊക്കെ ചെയ്യുന്നതേ, ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറയാൻ വേണ്ടിയിട്ട്. ഹോംവർക്കിന്റെ കാര്യം ടീച്ചറെ, മോനുവിന് സ്കൂൾ ഇട്ട് വന്നാ പിന്നെ ഈ ഒരു കളി മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കുറെ നേരം പറഞ്ഞാൽ ഒന്ന് പോയിട്ട് ഹോംവർക്ക് ചെയ്യും, പിന്നെ ഇങ്ങനെ കളിച്ചോണ്ട് കിടക്കും. പിന്നെ ഞാൻ മാത്രല്ലേ ഉള്ളൂ ഇവിടെ. അതിൻ്റെ ഇടയിൽ കൂടെ ഉപ്പാനെ നോക്കണം, ഈ കുട്ടികളൊക്കെ നോക്കണം, വീട്ടിലത്തെ പണിയെടുക്കണം. വീട്ടിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അബുഖാന്റെ പെങ്ങളല്ലേ? അപ്പൊ മോനൂസിന്റെ ഉമ്മച്ചി എവിടെ? അപ്പൊ മിൻ ടീച്ചറൊന്നും പറഞ്ഞില്ലേ? മോനൂസിന്റെ അമ്മ ഓന് ചെറിയ കുട്ടിയായപ്പോ മരിച്ചതാണ്. താത്ത മരിച്ചിട്ട് ഇപ്പൊ ഒരു 4 വർഷമായി. പിന്നെ ഇപ്പൊ ഈ കുട്ടികളെ നോക്കാൻ ആരുമില്ലാത്തോണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഉപ്പാനി നോക്കണ്ടേ? എന്റെ ഹസ്ബൻഡ് പിന്നെ ഗൾഫിലായതുകൊണ്ട് പിന്നെ ഇവിടെ നിൽക്കണോണ്ടും കുഴപ്പമൊന്നുമില്ല. ഇല്ല, മിൻ ടീച്ചറെ വിട്ടുപോയതായിരിക്കും. ഞാനാണെങ്കിലും മോനൂസിനോട് ഉമ്മച്ചീനോട് എഴുതിച്ചു തരാൻ പറയുന്ന ഒരുപാട് പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് മോൻ്റെ അടുത്ത്. അതൊക്കെ മിൻ ടീച്ചർക്ക് അറിയണ കാര്യമാണ്. ടീച്ചർ ചിലപ്പോ പറയാൻ വിട്ടതായിരിക്കും. ഒരു മോനൂസൊക്കെ എവിടെ? ഇവിടെ ഉണ്ടായിരുന്നു. മോനുവോ മറുവാ, എന്റെ ടീച്ചർ ഇതാ വന്നിക്കണോ? മോനൂസേ, ടീച്ചർ മോനൂസിനെ കാണാൻ വന്നതാണ് കേട്ടോ. കാക്കാന്റെ മൂത്ത മോള് മറുവ. എത്ര ക്ലാസ്സിലായി? ഓ, ഇതെന്റെ മോള് ദിയ. ദിയ. ടീച്ചർ ഇവരോട് വർത്താനം പറഞ്ഞിരിക്കും. ഞാനേ ചായ എടുക്കാം. മോള് എത്ര ക്ലാസ്സിലായി? 5-ലാ? മോനൂസേ, മോനൂസേ, അതെ
അത് ടീച്ചർ കഴിച്ചോളി. ഓർക്ക് വേണ്ടേ? ഓർക്ക് ഇപ്പൊ ഇവിടെ ഡെയിലി ബേക്കറി കൊടുന്ന് മറിക്കലാണ്. ഓർക്ക് കഞ്ഞിയും ചോറൊന്നും വേണ്ടല്ലോ. ഈ ഒരു ബേക്കറി കിട്ടിയാൽ മതി അല്ലേ മോനൂസേ? ആ കുട്ടികൾ അങ്ങനെ തന്നെയല്ലേ, അവർക്ക് പലഹാരം ആയാ മതിയല്ലോ. എൻ്റെ ആങ്ങളയ്ക്ക് ഒരു മോനുണ്ട്, അതും അങ്ങനെ തന്നെയാണ്, ബേക്കറി ആയാ മതി. ഇത് മാത്രം കഴിച്ചാൽ പോരട്ടെ മോനൂസേ, കഞ്ഞി ചോറ് കഴിക്കണം കേട്ടോ, നല്ല വലിയ കുട്ടിയാവുള്ളൂ. മാഷേ, രതീഷേ, ഉച്ചക്ക് ഇന്റർവെല്ലിന്റെ സമയത്ത് പോയതാണല്ലോ, ഒന്ന് റിപ്പോർട്ട് പോലും ചെയ്യാതെ. ഇതിപ്പോ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. ഇന്നിപ്പോൾ ബഷീർ ദിനത്തോടൊക്കെ അനുബന്ധിച്ച് എന്തൊക്കെ പ്രോഗ്രാമുകളോടെ നടന്നു. നിങ്ങളിങ്ങനെ പറയാതെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? ഇതൊരു സ്ഥാപനമല്ലേ, അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഇല്ലേ? അത് മാഷേ, അബുവൊക്കെ അരി കുറച്ച് സ്ഥലം എടുത്തു പോകും. അതിൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഞങ്ങളോട് പോയതായിരുന്നു. മൂപ്പർക്കാണ്ട് ഈ സ്ഥലം അറിയില്ല. ഇത് സ്കൂൾ വിടുമ്പോൾ എത്താമെന്ന് വിചാരിച്ചു, പക്ഷെ നടന്നില്ല, സമയം വൈകിപ്പോയി. എന്നാൽ പിന്നെ റിപ്പോർട്ട് ചെയ്തിട്ട് പോയാൽ മതിയായിരുന്നു. ഇവിടെ കുറേ പേപ്പർ വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം കൂടെ തീർത്തു. എന്താ മാഷേ, കാര്യമായിട്ടുള്ള ചർച്ച എന്തെങ്കിലും ആണ് രണ്ടാളും കൂടി? അത് രതീഷേ ഉച്ചക്ക് ലഞ്ച് ടൈമിന് പോയതാണ് ഇവിടുന്ന്. അപ്പം ഞാൻ പോകാൻ വൈകി വന്ന സമയത്ത് അവനോട് ചോദിക്കുകയായിരുന്നു ഇവിടെ പോയിരുന്നതെന്ന്. അവർ പറഞ്ഞാൽ പൂക്കാൻ്റെ അതൊരു സ്ഥലം നോക്കാൻ വേണ്ടി പോയിക്കാണ്ട് വൈകിയതാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമത് മാഷേ, രതീസ് ഇപ്പൊ മൂത്താപ്പാന്റെ ഒരാളാണല്ലോ. ചെറുപ്പത്തെ അവിടെ തന്നെ ഇരുന്നു. അപ്പൊ എന്തിനും വിളിച്ചേക്കോ, അപ്പൊ അങ്ങനെ പോയത് ഇക്കാരം. അസ്ലമേ, ഇജിങ്ങനെ നടന്നാ പോരാ, എനിക്ക് ആ കുട്ടിൻ്റെ അടുത്ത് പോയിക്കോളാം, മില്ലിലൊന്ന് സഹായിച്ചു കൊടുത്തൂടെ? അതിപ്പോൾ എന്തപ്പാ, ഞാൻ സഹായിച്ചോണ്ട് കാക്ക എന്തെങ്കിലും ഇനി പറഞ്ഞോട്ടെ, ഞാൻ പോയിക്കൊണ്ട്. ആ നല്ല കഥ. ഓനെയാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ കാക്കാനോട് പറഞ്ഞേൽപ്പിക്കുന്നത്. ഇവിടെ വീട്ടിൽ തന്നെ ഒരു കാര്യം പറഞ്ഞാല് ഓനെ 4 ദിവസം കഴിഞ്ഞാലേ കിട്ടുള്ളൂ. അതാണ് ഇപ്പൊ ഓന്റെ ഉത്തരവാദിത്തം. ഓന് ഉത്തരവാദിത്തം വരണമെങ്കിലേ ഓനങ്ങളൊരു പെണ്ണാണ് കെട്ടിച്ചോളൂ. എന്തായാലും ഇപ്പൊ അടുത്ത മാസം ലീയന്റെ ഇപ്പൊ വരും. അപ്പൊ എന്തായാലും പോവാതിരിക്കാൻ പറ്റൂല. അവിടെ പൂട്ടിയിട്ട് കണ്ട് വന്നല്ലേ ഞാന്. എന്തായാലും പെരയിൽ ഇപ്പൊ ഒരാളും വേണം, കുട്ടികളെ നോക്കണ്ടേ. അപ്പളേ നിങ്ങളൊരു കാര്യം ചെയ്തോളി, ഓനൊരു പെണ്ണാണ് കെട്ടിച്ചോളി. അപ്പൊ വരും ഓന് ഉത്തരവാദിത്തം. ഓൻ പെണ്ണെട്ടാനും അതിൻ്റെ അപ്പുറമൊക്കെ അയക്കണേ. ആദ്യം നേരിക്കൊരു പണിയാട്ടോ എനിക്ക്. എത്ര ഇജ്ജ് പറഞ്ഞ് സലീം വരുന്നുണ്ടെന്നാ, അവനക്ക് ലീവ് ഇട്ടിക്കണ? അപ്പൊ അടുത്ത മാസം വരുന്നാണ് പറഞ്ഞത്. ഓലിപ്പോ അവിടെ നിന്ന് ഒഴിവാക്കി വരികയാണെങ്കിൽ ഇപ്പോ എന്തായാലും ഇപ്പൊക്ക് അവിടെ പോയി നിൽക്കേണ്ടി വരും. അപ്പൊ ഇവിടെ മറവാന്റെയും മോനുന്റെയും കാര്യം നോക്കാൻ ആളില്ലല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഒരു ഇടങ്ങാറ്. അളിയാൻ വരാൻ നിൽക്കുന്നുണ്ടല്ലേ? പോവാൻ പോരാണെങ്കിൽ പോരാൻ പറഞ്ഞാളാ. ഞാൻ ഇനി തടസ്സമൊന്നും പറയാൻ നിൽക്കണ്ട. കുറെ കാലമായില്ലപ്പാ പോകാനപ്പോ അവിടെ നിൽക്കൽ തുടങ്ങിയിട്ടേ. അവിടെ എന്തെങ്കിലും പരിപാടി നോക്കാലോ. പിന്നെ പോകാൻ വരട്ടെ. മോനും കുട്ടികളൊക്കെ കാര്യമല്ലേ, അതിപ്പോ ഭയമായി ചെറിയ കുട്ടികളതല്ല, വലിയ കുട്ടികളായിട്ടില്ലേ അല്ലേ? അതിപ്പോൾ അങ്ങനെ തന്നെയല്ലപ്പാ. അളിയനിപ്പോൾ അവിടെ ഒഴിവാക്കി വന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് കുട്ടികളെ നോക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റുമോ? ഓളിപ്പോൾ ഓളെ പെരയും കൂടിയൊക്കെ പൂട്ടിയിട്ട് കണ്ട് വന്ന് നിൽക്കല്ലേ. നമുക്കും തന്നെ ഓലപ്പോൾ അതിന് കുറ്റം പറയാനൊന്നും പറ്റില്ലല്ലോ. അളിയൻ വന്നാൽ എന്തായാലും ഇപ്പോൾ ഓള് പോകണം. അതിപ്പോൾ അങ്ങനെ തന്നെയല്ലേ, ഓൻ വിളിച്ചാൽ ഓൾക്ക് പോകേണ്ടി വരുമല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ ആ കുട്ടീനോടൊക്കെ പറയണത്, ഓ കേൾക്കണ്ടേ? അത് അളിയൻ വന്നിട്ടുള്ള കാര്യമല്ലേ, ഓൻ വന്നിട്ട് ആലോചിച്ചാൽ പോരെ. ഓൽക്കിപ്പം ഇവിടെ അവിടെ എവിടെ നിന്നൂടെ? നമ്മൾ മാത്രമല്ല ഇവിടെ ഉള്ളൂ. പിന്നെപ്പം നിങ്ങൾ ഈ പറയേണ്ട കാര്യങ്ങളെ കുട്ടികളമ്മക്ക് പകരപ്പം നമ്മൾ ആരെ കൊടുന്നാലും അത് ശരിയാവും എനിക്ക് തോന്നണില്ല. അതിന് പകരമാവുമോ എനിക്ക് തോന്നണില്ലപ്പാ. അതന്നെപ്പാ, താത്താക്ക് പകരത്തിന് ഒരാള് നല്ല കുട്ടികളെ നോക്കാൻ ഒരാളുണ്ടെങ്കിൽ കാക്കാനോട് നമ്മൾ പറയാഞ്ഞിട്ടല്ലല്ലോ. കാക്ക എന്ത് പറഞ്ഞാലും ഇതന്നെ പറയുള്ളൂ. പിന്നെ കാക്ക ഇന്നേ മറവി ലീയും സ്കൂൾ വിട്ടിട്ട് സ്കൂൾ വണ്ടിയിൽ വന്നിക്കണം. നമ്മളെ ഓന് വാശി, ഓന് സ്കൂൾ വണ്ടിയിൽ വരൂല, ഓന് ടീച്ചറപ്പം വരണമെന്ന്. എന്താ കാട്ടണു? എന്നിട്ട് കൊറേ വാശി പിടിച്ചിട്ട് സ്കൂളിൽ നിൽക്കണു. എന്നിട്ടിപ്പോ സലീന ടീച്ചറെ കൊടുന്നാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ അവന് കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ഇപ്പോൾ ടീച്ചർ അവൻ്റെ കളിക്കാൻ നിൽക്കും ചെയ്യുവേ. അപ്പോൾ നടന്നു പോകുന്നുണ്ടാവും രണ്ടാളും കൂടി അല്ലേ? അല്ലാത്ത പരിപാടി. എവിടെ ചങ്ങായി ഇത്? ഞങ്ങൾ എത്ര നേരം ഇവിടെ കാത്തിരിക്കണേ, ഇത് വന്നിട്ടാണോ ഇതിനെ തീരുമാനം എടുക്കാൻ? പെരിയിൽ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? ഇന്നിപ്പോൾ കാക്ക പെരിയിലുണ്ട്. ഇപ്പം എല്ലാവരും കൂടി കൂടിക്കാണ്ട് ഇങ്ങനെ ഓരോരോ കുടുംബക്കാരും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ പുറമെ പോലെ കുറേ ഉപദേശവും. അല്ല സീനോ, ഇന്നാൾ നിങ്ങൾ രണ്ടാം കൂടി ആ ടീച്ചറെ തടഞ്ഞു നിർത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു മാണ്ടാന്ന്. ടീച്ചർ പെരിയിൽ വന്നപ്പോൾ ആകെ മാനം കെട്ടും മനുഷ്യന്. ആ സ്വിഫ്റ്റ് കൊടുത്തു പോലെ ചൊറയക്കണല്ലോ. അതെ, ഓന് പൈസ തരുന്നില്ല. എന്തപ്പോ ചെയ്യാ നമ്മള്? ഓൻ പൈസ തരുന്നില്ലാന്നാ? പൈസ തരുന്നില്ല, ഞാൻ വണ്ടി എടുത്തു കൊടുത്താലേ എങ്ങനെ വരെ? ഇപ്പൊ വണ്ടി കൊണ്ടുപോയപ്പോ വർത്താനല്ല പറഞ്ഞു, ഇപ്പൊ ഓരോ കണക്കണ വർത്താനാ പറഞ്ഞു. അസ്ലാമേ, എനിക്ക് ഓനെ കണ്ടപ്പോ തന്നെ സംശയമുണ്ട്, ഓനെ ചൊറയാണെന്നുള്ളത്. നമ്മളിപ്പോ എന്താ ചെയ്യണ്ടേ? നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ രണ്ടാളും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും പോയിക്കാണ്ടേ ഓനോട് മര്യാദക്ക് പൈസ ഇങ്ങോട്ട് തരാൻ പറയും. അല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി എടുത്തോണ്ട്.
വണ്ടിന്റെ അഡ്വാൻസ് അല്ലേ ആ ഇന്റെ അടുത്താണെന്ന് പറയും അവനോട് മാണെന്നുണ്ടെങ്കിൽ ഇന്റെ അടുത്ത് വന്ന് വാങ്ങാൻ പറയും ചെല്ലി. എന്താ ടീച്ചറെ ഈ നേരത്തെ അടിച്ചു വരണു? രാവിലെ അടിച്ചു വരാൻ നേരം കിട്ടിയില്ലേ, അപ്പൊ വൈകുന്നേരം ഒന്ന് അടിച്ചു വാ കേറ്. മോനൂസൊക്കെ എവിടെ? ഒരൊന്നും കണ്ടിട്ടില്ല, ഒരൊക്കെ അവിടെ കളിക്കാണ്. അപ്പൊ ഇങ്ങോട്ടാണ് പോരുന്നു എന്ന് പറഞ്ഞ മോനുന്റെ പിന്നാലെ പോരും. അടിച്ചു വാരി കഴിഞ്ഞിട്ട് ഞാൻ മോനൂസിന്റെ അടുത്തേക്ക് ഒന്ന് വരണം എന്ന് ഓർത്തിട്ടേ ഉള്ളൂ. ആ ടീച്ചറെ, ഞാനിപ്പോ വന്നതേ, ഞങ്ങൾ ഇങ്ങനെ പെരയിലിരുന്നപ്പോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു, മോനുവിന്റെ കുറുമ്പ് ഇപ്പോ ടീച്ചർക്ക് അറിയാലോ. അപ്പോ ഞാനിപ്പൊ പറഞ്ഞതൊന്നും കേൾക്കൂല, പണ്ടത്തെ അത്രയും കേൾക്കണില്ല ഇപ്പൊ. അപ്പൊ ടീച്ചർ ഒന്ന് വന്നിട്ട് ഓർക്ക് 3 ആൾക്കും ഒരു ട്യൂഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. റസ്മാവി, ഞങ്ങൾക്ക് അങ്ങനെ ട്യൂഷൻ എടുക്കാനൊന്നും പാടില്ല. അത് ടീച്ചറെ, കാക്കയും പറഞ്ഞു ഗവൺമെന്റ് എംപ്ലോയീസിന് ട്യൂഷൻ എടുക്കാൻ പറ്റൂല എന്ന്. ട്യൂഷനായിട്ടല്ല, മോനിപ്പോ ടീച്ചർക്ക് അറിയാലോ, ഓനിപ്പോ നിങ്ങള് പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പയ്ക്കും തോന്നി അതായിരിക്കും നല്ലത് എന്ന്. ഓന് മാത്രമായിട്ട് എടുക്കണ്ട, മറ്റൊരു 2 ആളും ഉണ്ടല്ലോ, എന്നാ പിന്നെ എനിക്കൊരാശ്വാസാണ്. മോനുവിന്റെ കുറുമ്പ് പറഞ്ഞ കുറുമ്പുണ്ടെന്നുള്ളൂ, എല്ലാം പറഞ്ഞാലനുസരിക്കും, നല്ല സ്നേഹമുള്ള കുട്ടിയാണ്. ഞാനെന്തായാലും വന്നു നോക്കാം, ട്യൂഷനായിട്ടൊന്നും അല്ല. അവർക്ക് 2 പേർക്കും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്ന എന്താ വെച്ചാ പറഞ്ഞു കൊടുക്കാം. എന്തായി നമ്മളെ സൈനും മുസമ്മിലും പോയിട്ട്? എന്താ അവൻ അവിടെ എന്തോ ചോറായിക്കണ് തോന്നുന്നുണ്ട്. എന്നാ ഓല് തിരിച്ചു വരുന്നുണ്ടാണ് എന്നെ വിളിച്ചിട്ടുണ്ട്. അതാ വരുന്നോല്. ഓൻ ഭൂലോക ഉടായ്പാണേ. ഓൻ ആളെ കൂട്ടി വന്നു, ചെറിയ ഒന്നും നല്ലൊക്കെ ഉണ്ടായി. പൈസ കിട്ടിയപ്പോ ഇല്ലേ, പൈസ വാങ്ങിക്കൂടാ? ഓൻ പൈസയും തരൂല, വണ്ടിയും തരൂല, നിങ്ങളെ കിട്ടണ ഒജ്ജത്തെ നോക്കിന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞവര് ഇസ്ലാമേ, നമ്മള് പോയി നോക്കില്ല, കിട്ടണ പൈസ നമുക്ക് നോക്കാലോ. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുന്ന വയ്യൊന്നും നോക്കുന്നു വേണല്ലോ. നിങ്ങൾ കാര്യം ചെയ്യടാ, വണ്ടി എടുത്താ നിങ്ങള് ആ സൈഡായി വണ്ടി കയറി കാണി. അങ്ങനത്തെ ആൺകുട്ടികളെ നമുക്ക് കാണുന്ന വേണല്ലോ. ശരി. വിട്ടേ, ഈ അരീക്കോട് ആ ഭാഗത്തോടെയും പോയിട്ട് മരത്തിന് എന്തിനേലും വില അറിഞ്ഞിരുന്നോ? ഞാനവിടെ മൊത്തം എല്ലാം കൂടി ഉള്ളൊരു തോട്ടത്തിന് വില അറിഞ്ഞിരുന്നു. അതെ, അവിടെ ഉള്ള ഒരു ഭാസ്കരൻ എന്നുള്ള ഒരാളെ ഞാൻ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, എൻ്റെ കുടുംബക്കാരനെ ഇവിടെ ഈ കച്ചവടത്തിൽ നിന്ന് മാറിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ വലിയ വിലക്കൊക്കെ പാടെ എടുത്തിട്ടുണ്ടെങ്കിൽ നടക്കൂല, പിന്നെ ഓരോ പ്രശ്നത്തിന് നിൽക്കണ്ട എന്ന് പറഞ്ഞ ഒരു ഭീഷണി സ്വരത്തിലെ വർത്താനം പറഞ്ഞു. ഓനെ പറ്റി ഞാൻ കേട്ടു. മൂപ്പര ആ ഭാഗത്തുള്ള ചവിട്ടി എടുക്കാനുള്ള പരിപാടിയാണ്. അതിപ്പോ നമ്മൾ ഈ ആളെന്നെ എന്നോട് പറഞ്ഞു അതിനെ പറ്റി. നമുക്ക് നഷ്ടം വരാത്ത രീതി ചെയ്യാന്നല്ലാതെ അയാളതൊക്കെ ഇപ്പൊ നമ്മള് നോക്കണോ? അല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ടാക്കാം, ഓലിട്ട് എടുക്കൂല, മറ്റുള്ള എടുക്കാൻ അയക്കൂല. മുജാക്കി ഉണ്ടോ? നിങ്ങളെ അനിയ അസ്ലം അങ്ങാടിയിൽ നിന്ന് എന്തോ അടിപിടി ഉണ്ടാക്കിട്ട് പോലീസ് പിടിച്ചോണ്ടിരുന്ന നമുക്കൊരു കോൾ എന്നാണ് തന്നെ പറഞ്ഞിട്ടില്ലടാ. ഞാൻ പറഞ്ഞ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുക്കുകയാണ് ഞാൻ. പോയി നോക്കല്ലേ.